ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ 4th ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്താണ് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ 4th ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഹോർമോൺസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് ഹോർമോൺസും അവയുടെ ഫങ്ഷൻസും അതിലെന്തൊക്കെയാണ് ചെയ്യണേ, എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാവണേ, ഇത്രയൊക്കെ വരെ പഠിച്ചു. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന കുറച്ച് സീക്രട്ട് കാര്യങ്ങളെപ്പറ്റി അറിയാൻ പോവാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹോർമോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. എന്താണ് അവർ? കെമിക്കൽ മെസ്സേജസ് ആണ്. എന്ത് ചെയ്യുന്ന? റെഗുലേറ്റ്സ് ആൻഡ് കോർഡിനേറ്റ് ബോഡി ഫങ്ഷൻ. ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസിനെയും റെഗുലേറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, ഇതാണ് ഹോർമോൺ എന്ന്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നെർവസ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിമുലൈ കിട്ടി, അത് റിസപ്റ്റർ സെല്ലിൽ ചെന്ന് അതുപോലെ തന്നെ ഇതിന് ആക്ഷൻ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് സെയിം മെക്കാനിസമാണ് ഇവിടെ ഹോർമോൺസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ടാർഗറ്റ് സെല്ലിൽ വന്നിട്ട് നമ്മളത് പഠിച്ചു, എങ്ങനെയാണ് ടാർഗറ്റ് സെൽ, ആ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്കപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അതാണ് ഹോർമോൺ എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. എന്താണ്? ഹോർമോൺ ആർ കെമിക്കൽ മെസ്സേജസ് റെഗുലേറ്റ്സ് ആൻഡ് കോർഡിനേറ്റ് ബോഡി ഫങ്ഷൻ. ബോഡി ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യും കോർഡിനേറ്റ് ചെയ്യും ചെയ്യുന്ന കെമിക്കൽ മെസ്സേജസ് ആണ് ഹോർമോൺ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമതായിട്ട് നമുക്കൊരു ഹോർമോണിനും അതിനെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡും അതിൻ്റെ ഫങ്ഷനും ഒക്കെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡ്? ആ ഗ്ലാൻഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം എന്താണെന്നറിയാമല്ലോ, നമ്മൾ എടുക്കുന്ന ഫുഡിൽ നിന്ന് അത് എനർജി എടുക്കും. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കാനുള്ള ആക്ടിവിറ്റീസിന്, സെല്ലുലാർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി നമ്മുടെ ഫുഡിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു പ്രോസസ്സാണ് മെറ്റബോളിസം. ഓക്കെ, അപ്പോൾ ഈ മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫങ്ഷനുള്ള ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഷേപ്പ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താടാ? നമുക്ക് സിമ്പിളായിട്ട് അതിനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അങ്ങനെ പറഞ്ഞു പഠിക്കാം. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്തുണ്ടടാ? 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിന് നമ്മൾ 2 ടൈപ്പ് ഓഫ് സെൽസ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സെല്ല് നമുക്ക് എന്ന് പറയാം. അതിൻ്റെ പേരാണ് എന്ത്? ഫോളിക്കുലാർ സെൽ. ഓക്കെ, ഫോളിക്കുലാർ സെൽസ്. അതുപോലെ തന്നെ രണ്ടാമതൊരു ടൈപ്പും കൂടെ ഉണ്ട്, അതാണ് പാരാഫോളിക്കുലാർ സെൽ. പാരാഫോളിക്കുലാർ സെൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 2 പേരിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, 2 സെല്ലുണ്ടല്ലോ, ഈ 2 സെല്ലും ഓരോ ഹോർമോൺ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫോളിക്കുലാർ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ സിമ്പിളാണ്, നമ്മൾ ഈ പറഞ്ഞ ഗ്ലാൻഡിൻ്റെ പേരുമായിട്ട് ഒരു സാമ്യമുള്ളൊരു പേരാണ്. ഓക്കെ, അതാണ് തൈറോക്സിൻ. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഹോർമോണാണ് തൈറോക്സിൻ. ഇപ്പോൾ രണ്ടാമത് പാരാഫോളിക്കുലർ സെല്ലും പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റേതായിട്ടുള്ള ഹോർമോൺ, അതിൻ്റെ പേരാണ് കാൽസിറ്റോണിൻ. എന്തുവാടാ? കാൽസിറ്റോണിൻ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. നമ്മൾ ഈ പറഞ്ഞ ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്നാമതായിട്ട് പഠിക്കുന്ന ഗ്ലാൻഡാണേ. ഓക്കെ, അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് എന്തുണ്ടടാ? 2 ടൈപ്പ് ഓഫ് സെല്ലുണ്ട്. ഇതിൽ ഒന്നാമത്തേതാണ് ഫോളിക്കുലാർ, രണ്ടാമത്താണ് പാരാഫോളിക്കുലാർ. ഈ പറഞ്ഞ ഫോളിക്കുലാർ സെല്ല് എന്ത് ചെയ്യുന്നുണ്ടടാ? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാരാഫോളിക്കുലാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? കാൽസിറ്റോണിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബട്ടർഫ്ലൈ ഷേപ്പാന്ന്? എന്തുകൊണ്ടാടാ? ഇതുണ്ടോ? നമ്മൾ പണ്ടൊക്കെ ബട്ടർഫ്ലൈ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ വരയ്ക്കത്തില്ലേ, ഇങ്ങനെ വരച്ച് വെക്കത്തില്ലേ? ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബട്ടർഫ്ലൈ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലാരെൻസ്, നമ്മുടെ സൗണ്ട് ബോക്സിൻ്റെയും ട്രക്കിയയുടെയും ഇടയ്ക്കായിട്ട്. ഓക്കെ, ട്രക്കിയയുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളിക്കുലാർ ആൻഡ് പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ട്. അതിവിടെ ആയിട്ട് ഇത് ഫോളിക്കുലാറും ഇത് പാരാഫോളിക്കുലാർ സെൽ, ഈ ഇടയ്ക്കുള്ള ഇതാണ് പാരാഫോളിക്കുലാർ സെൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫംഗ്ഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാ? നമ്മുടെ ഫോളിക്കുലാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിനാണ്. അപ്പോൾ നമുക്ക് തൈറോക്സിനെ പറ്റി നോക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് സ്പീഡ് കൺട്രോളർ എന്ന് പറയാം. ബിക്കോസ് അതിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുക,
എന്നുള്ളതാണ്. ഓക്കെ, മെറ്റബോളിസം കൺട്രോൾ ചെയ്യുക. ആൻഡ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്താ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇൻ ന്യൂ ബോൺ ആൻഡ് ചിൽഡ്രൻ. ചെറുതായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടും വർക്ക് ആവേണ്ട ഒരു സാധനമാണ്. ഓക്കെ, അതാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇൻ ന്യൂ ബോൺ ആൻഡ് ചിൽഡ്രൻ. ഇനി ഹെൽത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് ഹാർട്ട്, സ്കിൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഹാർട്ടിൻ്റെയും സ്കിന്നിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ എന്താ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നുകൂടെ പറയാം നമുക്ക് എന്നാടാ. ഓക്കെ, സിമ്പിളാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് കൺട്രോളർ എന്ന് നമ്മൾ അതിനെ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെന്താ, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. കുഞ്ഞായിരിക്കുമ്പോൾ ന്യൂ ബോൺസിൻ്റെയും ചിൽഡ്രൻ്റെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് റീസൺ ഇതാണ്. അതുപോലെ തന്നെ എന്താ ഹാർട്ടിൻ്റെയും സ്കിന്നിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൈറോക്സിൻ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോണിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് എവിടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഫോളിക്കുലാർ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന തൈറോക്സിൻ്റെ അളവിൽ, ഓക്കെ, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു അളവിൻ്റെ വേരിയേഷൻ കൊണ്ട് നമുക്ക് കുറച്ച് ഡിഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കും. ലൈക്ക് ഇതിൻ്റെ റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ആൻഡ് അസേർഷൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഡിഫക്ട്സ് റിലേറ്റഡ് ടു തൈറോയ്ഡ് ഗ്ലാൻഡ്. ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പഠിക്കാനുള്ളത്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓക്കെ, എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൂടുതലുണ്ടാവുമ്പോൾ ഹൈപ്പർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡ്യൂ ടു ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ നമുക്ക് വേണ്ട അളവിൽ, ഓക്കെ, നമുക്കൊരു അളവുണ്ട്. നമുക്ക് എല്ലാ കാര്യം അധികമായാലും അമൃതും വിഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും അതിന് വേണ്ടതായിട്ടുള്ള അളവുണ്ട്. ആ അളവിൽ കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം ഡ്യൂ ടു ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, ഇൻക്രീസ് ഇൻ മെറ്റബോളിസം. നമ്മുടെ മെറ്റബോളിസം നമ്മൾ പറഞ്ഞു, തൈറോക്സിൻ്റെ മേജർ റോൾ എന്താ, ഇതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താ? മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റബോളിസം കൂടും, ഇൻക്രീസ് ഇൻ മെറ്റബോളിസം. ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, എക്സസീവ് സ്വെറ്റിംഗ്, ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. ഇത് പഠിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട്. ഓക്കെ, ഞാനിത് സിമ്പിളായിട്ട് ഓർത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഹൈപ്പർ തൈറോയിഡിസം കൂടുകയാണ്. ഓക്കെ, നമുക്കപ്പം പൈസ, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. എന്തായാലും നമ്മുടെ സെൽസ് തന്നെയാണല്ലോ മെറ്റബോളിസം ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ തരാം, സാലറി കൂട്ടിത്തരാൻ പോവുക. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ജോലി ചെയ്യേണ്ടത് കൂടും, മെറ്റബോളിസം ഇൻക്രീസ് ആവും. അപ്പോൾ എന്ത് പറ്റുമടാ? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ഫുഡ് ഊണും ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ജോലി ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ലോസ് ഓഫ് ബോഡി വെയ്റ്റ് കുറയും. കഷ്ടപ്പെട്ട് ജോലി ചെയ്യല്ലേ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും? കൂടുതലായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യും. അതുപോലെ തന്നെ കിതയ്ക്കും. ജോലി ചെയ്ത് പണിയെടുത്ത് എൻ്റെ പൊന്നോ കിതയ്ക്കുമോ, ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഓർത്ത് വയ്ക്കാറ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ എക്സസീവ് പ്രൊഡക്ഷനാണ്. ഏതിൻ്റെ? തൈറോക്സിനാണല്ലോ ഹോർമോൺ. അതിൻ്റെ എക്സസീവ് പ്രൊഡക്ഷൻ വഴിയാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ് വരാം? നമുക്ക് സാലറി കൂട്ടിത്തരുമ്പോൾ നമ്മൾ പണിയെടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇൻക്രീസ് ഇൻ മെറ്റബോളിസം കൂടും. അതുപോലെ ലോസ് ഓഫ് ബോഡി വെയ്റ്റ് കുറയും. എക്സസീവ് സ്വെറ്റിംഗ്, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഏതാടാ? ഹൈപ്പോ തൈറോയിഡിസം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറവാണ്. ഓക്കെ, അതെങ്ങനെയാണ്? റെഡ്യൂസ്ഡ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ്റെ സെക്രീഷനിൽ ഉള്ള കുറവ്. ഓക്കെ, അത് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെയാണ്? പൈസ കുറവാണ്, സാലറി കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ മെറ്റബോളിസം കുറയ്ക്കും, പണിയെടുക്കുന്നത് കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? പണിയെടുക്കാതെ ചുമ്മാ ഇരുന്നിരുന്ന് തടി വയ്ക്കും, ബോഡി വെയ്റ്റ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ആവും. പണിയൊന്നും എടുക്കുന്നില്ല, അപ്പോൾ നേരെ ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സ്വെറ്റ് ചെയ്യാണ്. ഓക്കെ, സ്വെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭയങ്കരമായിട്ടും ചൂടെടുക്കുമ്പോൾ അല്ലേ, എങ്ങനെയാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോൾഡ്, ഇൻടോളറൻസ് ടു കോൾഡ് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊക്കെ, ഭയങ്കരമായിട്ടും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. ബിക്കോസ് അതിന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു കണ്ടീഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ളൊരു കോഡാണ് കേട്ടോ. ശരിക്കും പണിയെടുക്കാത്തതുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്. ഓക്കെ, പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കണ്ടീഷനെ പറ്റി പറയാം. അതാണ് ഗോയിറ്റർ. ഇതെന്ന് പറയുന്നത് അയഡിൻ എന്ന് പറയുന്നത്, അയഡിൻ എന്താണെന്നറിയാമല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പാലിൽ നിന്നും
അതുപോലെ തന്നെ ഡയറി ഇവിടെ ഉണ്ട്. അയഡിൻ ഈസ് കോമൺലി ഫൗണ്ട് ഇൻ സീ ഫുഡ്, ഡയറി പ്രോഡക്ട്സ്, അങ്ങനെ മീൻ, മറ്റേ മത്തി, ഇങ്ങനെയുള്ള മീനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അയഡിൻ. ഓക്കെ, അപ്പോൾ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നൊരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യമാണ് ഉണ്ടാവുക. സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയനിൽ നീരൊക്കെ വന്നിട്ട് ഇങ്ങനെ വീർത്തിരിക്കും. ഓക്കെ, അവിടെ ഒരു സ്വെല്ലിംഗ്, റെഡ്നെസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്ത് പറ്റും, നോർമലി നമുക്ക് ഫുഡ് വിഴുങ്ങുന്നതിനാണ് പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ ഇവിടെ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. ഓക്കെ, ഇവിടെ പ്രശ്നമായിട്ട് സീനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് വിഴുങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ്, ഫുഡ് വിഴുങ്ങുന്നതിൽ നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഒന്നുകൂടെ നോക്കാം. ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടേബിളാണ് ഇതെന്ന് പറഞ്ഞാൽ. ആദ്യം നമുക്ക് കണ്ടീഷൻ നോക്കാം. ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പറഞ്ഞു, തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ എക്സസീവ് ആകുമ്പോഴാണ്. പിന്നെ എന്ത് പറ്റുന്നുണ്ടടാ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ആവും, വെയിറ്റ് ലോസ്, ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്, സ്വെറ്റിങ്, ആൻസൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് ഹൈപ്പോ തൈറോയിഡിസം. അതിനെങ്ങനെയാണ് റെഡ്യൂസ്ഡ് ആണ്, അപ്പം കുറവാണ്. അപ്പോഴത്തേക്ക് നേരെ നമ്മൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഡിക്രീസ് ആവും. അതായത് ഓപ്പോസിറ്റ് സംഭവിക്കും. വെയിറ്റ് മാത്രമാണ് ഇൻക്രീസ് ഉണ്ടാവുക. മറ്റ് പണിയെടുക്കുമ്പോഴാണ് വെയിറ്റ് ലോസ് വരിക. പണിയെടുക്കാതിരിക്കുമ്പോൾ തടി വയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗോയിറ്റർ എന്ന് പറയുന്നത് എന്തുവാ, ഡെഫിഷ്യൻസി ഇൻ അയഡിനാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന് വരുന്ന ഡിസോർഡറാണ്. ഓക്കെ, നമുക്ക് നെക്ക് റീജിയനിൽ നമ്മൾ പറഞ്ഞ പോലെ സ്വെല്ലിങ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി, സോളോയിങ്, ഫുഡ് വിഴുങ്ങുമ്പോൾ ഡിഫിക്കൽട്ടി. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ കൊണ്ടിട്ട് ഉണ്ടാവുന്നത്, അത് ലോ ആകും ഹൈ ആകും ചെയ്യുമ്പോൾ ഹൈപ്പോ ആൻഡ് ഹൈപ്പർ ആ കണ്ടീഷൻ വരുന്നു. ലെസ് അയഡിൻ വരുമ്പോൾ ഗോയിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, തൈറോയ്ഡ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോണും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പാരാഫോളിക്കുലാർ സെൽ എന്ന് നമ്മൾ പറഞ്ഞു, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ ആണെന്നും പറഞ്ഞു. അതിനെപ്പറ്റി നമുക്ക് പറയാം, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാടാ, നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. കാൽഷ്യം നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുണ്ട്. അതിനൊരു എമൗണ്ടും ഉണ്ട്, 9 to 11. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എമൗണ്ടിൽ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. ഓക്കെ, അതെന്തിനാ അങ്ങനെയുള്ളത്, ചുമ്മാ അതില്ലെങ്കിൽ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി എന്താടാ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറലാണ്. എന്ത് ചെയ്യുന്നുണ്ടടാ, അത് ബിൽഡിങ് സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. നമ്മുടെ പല്ലിനും എല്ലിനൊക്കെ സ്ട്രോങ് ആക്കുന്നത് ഈ പറയുന്ന മിനറൽ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ മസിൽ കൺട്രാക്ഷൻ, മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാൽഷ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സ്പോർട്സിനൊക്കെ പോകുന്ന ആൾക്കാർ കാൽഷ്യം നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറയത്തില്ലേ. ഈ അതൊരു ഡിഫറൻസ് ആണ്. ജിമ്മിൽ പോകുമ്പോൾ പറയും നമ്മൾ യോക്ക് കഴിക്കരുത്, പക്ഷേ സ്പോർട്സിനൊക്കെ പോകുമ്പോൾ എന്താ, നമുക്ക് മസിലൊക്കെ ഓടാനൊക്കെ നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ട് നമുക്ക് എഗ് യോക്കും കൂടെ കഴിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ. അതായത് റീസെൻ്റ്ലി ഞാൻ വായിച്ചപ്പോൾ കിട്ടിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം എന്താ, നമ്മൾ പല്ലിനും എല്ലിനും ഒക്കെ ബലം തരുന്ന ഒരു മിനറലാണ് ഈ പറയുന്ന കാൽഷ്യം. നമ്മുടെ ബ്ലഡിൽ ആവശ്യമുണ്ട്, 9 to 11 mg അങ്ങനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവൽ ഓർത്ത് വെച്ചേക്കണേ, നമുക്കത് പറയാനുണ്ട് ഇനി. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കാൽഷ്യം എന്ന് പറയുന്നത്. ആ ബോഡി കീപ് കാൽഷ്യം ലെവൽ സ്റ്റേബിൾ യൂസിങ് 2 മിനറൽ ഹോർമോൺ. നമ്മുടെ ബോഡി 2 ഹോർമോൺ വെച്ചിട്ടാണ് ഈ പറയുന്ന കാൽഷ്യത്തിനെ സ്റ്റേബിൾ ആക്കുന്നത്. കാരണം നമുക്കിത് ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ, നമുക്ക് ഓടാനും അനക്കാൻ, കൈയൊക്കെ അനക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന മസിലിനുള്ള ഒരു എബിലിറ്റി വേണമല്ലോ. അതൊക്കെ തരുന്നത് ഈ പറയുന്ന കാൽഷ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യം നമ്മുടെ ബോഡി ചെയ്യുന്നത് 2 ഹോർമോൺ കൊണ്ടിട്ടാണ്, 2 ഹോർമോണിനെ യൂസ് ചെയ്തിട്ടാണ്. അതിലൊന്നാമത്തെ ഹോർമോണാണ് നമ്മൾ ഈ പറഞ്ഞ കാൽസിറ്റോണിൻ. ഓക്കെ, അപ്പോൾ കാൽസിറ്റോണിൻ്റെ പണി എവിടെയാണ് വരുന്നതെന്ന് കണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ തൈറോക്സിൻ പോലെ മെറ്റബോളിസത്തിനകത്തല്ല വരുന്നത്. അത് ഈ പറയുന്ന ഒരേ ഗ്ലാൻഡിലെ ഹോർമോൺ ആണെങ്കിലും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്, നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാൽസിറ്റോണിൻ്റെ കാര്യം നമുക്ക് നോക്കാം. കാൽസിറ്റോണിൻ എന്താണെന്ന് നമുക്കറിയാം, പാരാഫോളിക്കുലാർ സെല്ലാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിലെ പാരാഫോളിക്കുലാർ സെൽസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ ആളെ നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോവുക, അവനാണ് പാരാതോർമോൺ. ഓക്കെ, അവനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ്. സിമ്പിളാണ് ഓർക്കാനായിട്ട്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാൻഡ് കൂടെ നമ്മൾ പഠിച്ചു പുതിയതായിട്ട്, അല്ലേ? ഓർത്തോ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു ഗ്ലാൻഡ് നേരത്തെ പഠിച്ചിട്ടുള്ളായിരുന്നു, തൈറോയ്ഡ് ഗ്ലാൻഡ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരാളും കൂടെ ഉണ്ടല്ലോ, മെയിൻ ഹോർമോൺ 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെയാണ് പുതിയൊരാൾ, പാരാതോർമോൺ. ഓക്കെ, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ്. നമ്മൾ പുതിയൊരു ഗ്ലാൻഡും ഒരു ഹോർമോണും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ രണ്ടുപേരും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, കാൽസിറ്റോണിൻ്റെ പരിപാടി നോക്കാം. വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻക്രീസസ് ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഒരു അളവ് പറഞ്ഞു, എത്രയാടാ, 9 to 11 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അളവ്.
ആ അളവിനെക്കാട്ടിലും കൂടുമ്പോൾ ബ്ലഡിൽ കൂടുമ്പോൾ ഈ പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, കാൽസിറ്റോണിനെ അങ്ങോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാൽസിറ്റോണിൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നോക്കിയോ, ഇൻഹിബിറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും, ഈ കാൽഷ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റീഅബ്സോർബ് ചെയ്തിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, കിഡ്നിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ യൂറിനിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ റീഅബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്തിന്, ഈ കാൽഷ്യത്തിനെയും ഫോസ്ഫേറ്റിനെയൊക്കെ നമുക്ക് വേണ്ട മിനറൽസിനെയൊക്കെ നമ്മൾ റീഅബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പെട്ടെന്നൊന്ന് ഇൻഹിബിറ്റ് ചെയ്യും. ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കെ, ഇപ്പം നമുക്ക് കൂടുതലുണ്ട് ബ്ലഡിൽ, ഇപ്പോൾ കാൽഷ്യം ഉണ്ട് ആവശ്യത്തിന്, ഇപ്പോൾ വേണ്ട, അതുകൊണ്ട് നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ഈ കാൽസിറ്റോണിൻ എന്ത് ചെയ്യൂടാ, ആ ഒരു റീഅബ്സോർപ്ഷനെ തടഞ്ഞു നിർത്തും. അതുപോലെ തന്നെ ഡിക്രീസസ് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ടു ബ്ലഡിലേക്ക് കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനെ എന്ത് ചെയ്യും, ഫുഡിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യൂടാ, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതിനെയും ഡിക്രീസ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യത്തില്ല, അതിനെ ഡിക്രീസ് ചെയ്യും. നമുക്ക് നമ്മുടെ അളവ് ഇപ്പോൾ കൂടുതലാണല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം മതി എന്ന് പറഞ്ഞിട്ട് അവനെയും കൂടെ ഒന്ന് സ്ലോ ആക്കണേ. ഓക്കെ, അങ്ങനെ പറയും. ഓക്കെ, അടുത്തായിട്ട് നോക്കിയാൽ ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. ഈ എന്ത് ചെയ്യുന്നുണ്ട്, ബോൺസിൽ നിന്ന്, നമ്മുടെ ബോൺസിൽ നമ്മൾ ഓൾറെഡി കാൽഷ്യം സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞു നമുക്ക് കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ആവശ്യം എങ്ങോട്ടൊക്കെയാണ്, പല്ലിലേക്കും എല്ലിലേക്കൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഈ കാൽഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അതിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഈ എല്ലിൻ്റെ കാര്യം നമുക്ക് ലാസ്റ്റ് പറയാം, നമ്മൾ ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഇപ്പം നമ്മൾ കൂടുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ ഉള്ള കാര്യം പറയാം. പിന്നെ കുറയുമ്പോൾ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാത്തോർമോണിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അങ്ങനെ പാരാത്തോർമോൺ വർക്ക് ചെയ്യും. അതും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽസിറ്റോണിൻ വർക്ക് ചെയ്യുന്ന സെയിം കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, ആക്സിലറേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ദ ബ്ലഡ്. ഇപ്പം നമ്മൾ നേരത്തെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഈ സെയിം ആൾക്ക് വന്നിട്ട് നാണക്കേടല്ലേ പറയാനായിട്ട്, ഇപ്പം നിർത്തടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് തുടങ്ങാൻ പറയുമ്പോൾ കുറച്ചിലല്ലേ. അതുകൊണ്ട് നമ്മുടെ പാരാത്തോർമോൺ വന്നിട്ട് എന്നാ പറയും, എന്നിട്ട് പറയും, എടാ കാൽഷ്യവും ഫോസ്ഫേറ്റും ഒക്കെ കുറച്ച് കുറവാണ്, പെട്ടെന്ന് ഇച്ചിരി ആവശ്യമുണ്ട്, അതുകൊണ്ടൊന്ന് സ്പീഡാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എന്ത് ചെയ്തായിരുന്നു, നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ ബ്ലഡിലേക്ക് എടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാൽഷ്യത്തിൻ്റെ അളവ് നമ്മൾ നേരത്തെ കുറച്ചായിരുന്നു. ഇച്ചിരി സ്ലോ ആക്കണേ എന്ന് വന്ന് കാൽസിറ്റോണിയം പറഞ്ഞായിരുന്നു. സെയിം കാര്യം ഇവിടെ വന്നിട്ട് നമ്മുടെ പാരാത്തോർമോൺ അവനോട് പറയും, ഇച്ചിരി ആക്സിലറേറ്റ് ചെയ്യും, കുറച്ച് സ്പീഡ് കൂട്ട്, കുറവാണ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ബോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബോണിൽ നിന്ന് ഇതൊന്ന് വായിച്ചു നോക്കിയോ, സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺ ടു ദ ബ്ലഡ്. ഓക്കെ, ഈ പറയുന്ന ബോണിൽ നിന്ന് ബ്ലഡിലേക്ക്, ഈ ബോണിൽ നിന്ന് കൂടി വെച്ചേക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബോണിലേക്ക് ഈ പറയുന്ന കാൽഷ്യം കുറേ നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഇൻടേക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ബോണിൽ വെച്ചേക്കുന്ന കാൽഷ്യത്തിനെ നമ്മൾ ഇച്ചിരി ഡൊണേറ്റ് ചെയ്യും, ഇച്ചിരി കൊടുക്കും. കാരണം എന്നാ, നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവില്ല. സോ നമ്മൾ ബാക്കിയുള്ള പല്ലിലേക്കൊക്കെ എത്തിക്കണ്ടേ, എല്ലാ എല്ലിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പം എക്സസീവായിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കാര്യത്തിന് നമ്മൾ ബ്ലഡിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ 3 രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ടുപേരും കൂടെ കൈ കോർത്ത് നിന്നിട്ട് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് അതൊരു മെക്കാനിസമായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രശ്നമൊന്നും ഇല്ലാതെ, നമുക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇവർ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ കാര്യം നമുക്ക് ഇച്ചിരി കൂടെ ഇതായിട്ട് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് എല്ല് വരയ്ക്കാം. വേറെ എന്തെങ്കിലും ആയിപ്പോയോ? ഇല്ല, എല്ല് തന്നെയാണ്. ഓക്കെ, എല്ല്. ഇനി ചുറ്റും എന്തുണ്ടടാ, ബ്ലഡ് ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ എന്തുണ്ട്, കാൽഷ്യമുണ്ട്. കാൽഷ്യമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്തു, നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം ഡിക്രീസായി, ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ എന്തു പറ്റി, നമ്മൾ കാൽഷ്യം നമ്മൾ പറഞ്ഞല്ലോ, കാൽഷ്യം എങ്ങോട്ടാണ് ആദ്യം പോകുന്നത്, ബോണിലേക്കും പല്ലിലേക്കും അല്ലേ. അപ്പോൾ ഈ കാൽഷ്യം നമ്മുടെ ബോണിൽ നേരത്തെ തൊട്ടേ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കാൽഷ്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കൊടുക്കും. കാരണം നമുക്ക് അത്രയും ഇപ്പോൾ ആവശ്യമില്ലല്ലോ, കുറേ നമ്മുടെ ബോണാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡിലേക്ക് ആവശ്യം ഉള്ളപ്പോൾ, അതായത് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡിലേക്ക് കൊടുത്തു. ഇനി അതേസമയം ഇത് ഭയങ്കരമായിട്ട് ബ്ലഡിൽ കൂടി, കാൽഷ്യം ഭയങ്കരമായിട്ട് കൂടി, അപ്പോൾ ഇവർക്ക് എങ്ങോട്ടെങ്കിലും ഡംപ് ചെയ്യണം. അപ്പോൾ ഇവർ ഡംപ് ചെയ്യാൻ പോകുന്നത് തിരിച്ചെന്ത് ചെയ്യും, ഈ ബോണിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോൺ പിന്നെയും ബാക്ക് ആ സാധനം കിട്ടും. അപ്പം അങ്ങനെ ഇവരത്
മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡും കാൽഷ്യം തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്താ ഇതാദ്യം ഒന്നുകൂടെ നമുക്ക് പറയാം. എങ്ങനെയാടാ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ തൈറോക്സിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്, അതിന് നമ്മളിവിടെ പറയണ്ട. ഓക്കെ, ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിനും അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണും കൂടെ ചേർന്നിട്ട് അവർ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഓക്കെ, അപ്പോൾ അത് അവർ ചെയ്യുന്ന 3 വഴിയിലൂടെയാണ് നമ്മൾ പറഞ്ഞു. എന്താ നമ്മുടെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്, പിന്നെ ബ്ലഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ബോൺ, ഇങ്ങനെ 3 വരിയിലാണ് ഇവർ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ഒരു ഗ്ലാൻഡും അവരുടെ ഹോർമോണും അവരുടെ മെക്കാനിസം ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ നോക്കാൻ പോവാണ് എന്തുവാടാ പാൻക്രിയാസ്, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസ് ചെയ്യുന്ന റെഗുലേഷൻ എന്തുവാ? ഗ്ലൂക്കോസാണ്. കാൽഷ്യം നമ്മൾ മറ്റേതാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ പഠിക്കാൻ വന്നത് കാൽഷ്യം പോലെ തന്നെ. ശ്രദ്ധിച്ചിരുന്നാൽ മതി, സിമ്പിളാണ്, കഥ കഴിക്കുന്ന പോലെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇത് സ്റ്റൊമക്കാട്ടോ, നമ്മുടെ സ്റ്റൊമക്കിലെ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ ചുരുണ്ടങ്ങ് ഇരിക്കുക. ഇതാണ് നമ്മുടെ പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നതാണ്, 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, സിമ്പിളാണ്. ഓക്കെ, കീ റോൾ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള റോള് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്കറിയാം, സ്റ്റൊമക്കിലാണ്. ഓക്കെ, പിന്നെന്താ ഡൈജഷനിൽ ഈ പറഞ്ഞ നമ്മുടെ പാൻക്രിയാസിനൊരു റോളുണ്ട്. അതായത് ബ്രേക്ക് ഡൗൺ ഫുഡ്, ഈ ഫുഡിനെ എല്ലാവരും ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ മോളിക്യൂൾസ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഈ പാൻക്രിയാസിൻ്റെ ജോലിയാണ്. അതിനുവേണ്ടി അവരൊരു ലിക്വിഡ്, ഒരു ജ്യൂസ് പാൻക്രിയാറ്റിക് ഫ്ലൂയിഡ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈജഷനിലെ റോള്. രണ്ടാമത്തെ റോളാണ് ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യം അതാണല്ലോ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഹോർമോൺ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്തെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ആ സെൽസിൻ്റെ പേരാണ് ഐലറ്റ് ഓഫ് ലാംഗറൻസ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ്, പണ്ടോട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ ആൽഫ സെൽസ്, പിന്നെ ബീറ്റ സെൽസ്. ആദ്യം ആൽഫ സെൽസിനെ പറ്റി പറയാം. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗൺ. ഓക്കെ, ഇവന്മാരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗ്ലൂക്കജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. അത് എപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്? വെൻ ദ ലെവൽ ഓഫ് ഷുഗർ ഡിക്രീസ് ആകുമ്പോൾ, ബ്ലഡിൽ ഷുഗർ ഡിക്രീസ് ആകുമ്പോൾ ഗ്ലൂക്കജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെ ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗൻ്റെ പണി. ഇനി നമുക്ക് ബീറ്റ സെൽസ് പറ്റി നോക്കാം. ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, ബീറ്റ സെൽസ് നോക്കാം. ബീറ്റ സെൽസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ, അതിനെങ്ങ് തിരിച്ച് ഗ്ലൂക്കഗൺ ആക്കും. അതെപ്പോഴാണ്? ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഇത് സിമ്പിൾ ആക്ച്വലി. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എല്ലാത്തിനും ഒരു എമൗണ്ട് ഉണ്ട്. നമ്മുടെ ബ്ലഡിൽ വേണ്ട, നമ്മുടെ ബോഡിയിലെ എല്ലാ മിനറൽസിനും എല്ലാ സാധനങ്ങൾക്കും ഒരു എമൗണ്ട് ഉണ്ട്. ഓക്കെ, ഈ എമൗണ്ടിൽ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് വന്നിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. ഇവന്മാർ ഈ ആദ്യമേ ഉണ്ടായിരുന്ന സാധനത്തിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോമാക്കും. അപ്പോൾ ഇത് വീണ്ടും കുറയുമ്പോൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് ആ ഫോമിലാക്കി ഇത് തിരിച്ച് വീണ്ടും പഴയ പോലെ ആക്കും. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് നമ്മൾ ഇച്ചിരി പേരൊക്കെ ഇട്ട് ഇതിനെ നമ്മൾ വേറെ സാധനങ്ങളാക്കി നമ്മൾ പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കാം. റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് പറയാം നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ്. അത് എത്രയാണ്? 70 to 100 ആണ് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്തു? ഇൻക്രീസ് ആയപ്പോൾ നമ്മുടെ ബീറ്റ സെൽസ് വന്നു. ഓക്കെ, ഇൻക്രീസ് ആകുമ്പോഴാണ് ഈ ബീറ്റ സെൽസിന് പണി വരുന്നത്. അവന്മാരപ്പോൾ എന്ത് ചെയ്തു? അവന്മാരുടെ ഹോർമോണിനെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു. ആരാ? ഇൻസുലിൻ. ഓക്കെ, മറന്നുപോയല്ലേ, ബീറ്റ സെൽസിന് ഇൻസുലിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻസുലിൻ്റെ ജോലി എന്താ? ഇൻസുലിൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുക. അപ്പോൾ ഗ്ലൂക്കോസാണ് കൂടുതൽ ബ്ലഡിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഓക്കെ, ഇത്രയും ഗ്ലൂക്കോസ് ഉണ്ട് നമ്മുടെ അളവെന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി. എന്തിന്? സെല്ലുലാർ ആക്ടിവിറ്റീസിന്, നമ്മുടെ ബോഡിയിലെ ആവശ്യത്തിന് ഇത്രയും മതി. ഓക്കെ,
അപ്പോൾ ഈ ബാക്കി ഇതിനെ ഉണ്ടല്ലോ, ഈ ബാക്കി വന്ന ഈ ഗ്ലൂക്കോസിനെയാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനെല്ലാം ഇപ്പം നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മുടെ സെല്ലിലോട്ടെല്ലാം പറഞ്ഞു വിടും പെട്ടെന്ന് സ്പീഡിൽ ഇതിൻ്റെ എൻട്രി, സെല്ലിലേക്ക് ഇതിൻ്റെ എൻട്രി സ്പീഡിലാക്കും. ഓക്കെ, എന്നിട്ട് ഈ ബാക്കി വന്ന് ഇത്രയും സാധനം നമുക്ക് വേണ്ടാത്തയാണ്, ഇവന്മാരെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, ഈ പണി ചെയ്യും. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ടു ഗ്ലൈക്കജൻ ആക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ബീറ്റാ സെൽസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പണിയാണിത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് പറ്റി, ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ആയി. കാരണം എന്താ, ഇപ്പോൾ ഗ്ലൂക്കോസ് ആയിട്ടല്ല ഇരിക്കുന്നത്, ആൾമാറാട്ടം നടന്നു, ഗ്ലൈക്കജനായി. ഓക്കെ, ഇനി ഇത് നമ്മുടെ 70 to 100 ആ ഒരു അളവിനെക്കാട്ടിലും കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആൽഫ സെൽസ് കളത്തിലിറങ്ങി. അവന്മാരെന്ത് ചെയ്തു, അവന്മാരുടെ ഹോർമോൺ ആരാ, ഗ്ലൂക്കഗൺ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്ലൂക്കഗൺ എന്തുവാടാ ചെയ്യുന്നത്, ഇവന്മാർ ചെയ്യുന്ന പണി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് അളവ് കൂടുമ്പോഴത്തേക്കിനും ആൾമാറാട്ടം നടത്തി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സാധനത്തിനെ വീണ്ടും ബാക്ക് ടു നോർമൽ കൊണ്ടുവരും. അതാണ് ഇവന്മാരുടെ പണി, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഗ്ലൈക്കഗനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ, അതുപോലെ തന്നെ അമിനോ ആസിഡായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഗ്ലൂക്കോസ് ആക്കും. അത്രയേ ഉള്ളൂ പണി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. സിമ്പിളല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. 3-4 പേര് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഏതൊക്കെയാണ്, നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന പേര് ആദ്യം പഠിക്കണം. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ 2 സെല്ല് പഠിക്കണം, ആൽഫയും ബീറ്റയും. ബീറ്റയുടെ അത് ഇൻസുലിൻ ആണെന്നും പഠിക്കണം, ആൽഫയുടെ അത് ഗ്ലൂക്കോഗൺ ആണെന്നും പഠിക്കണം. അത്രയല്ലേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തും പഠിച്ചടാ, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡും പഠിച്ചു. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷനാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഒരു ഗ്ലാൻഡ് പഠിക്കും, പിന്നെ അതിൻ്റെ ഹോർമോൺ പഠിക്കും, അതിൻ്റെ കണ്ടീഷൻ പഠിക്കും. അത്രേ ഉള്ളൂ. സെയിം ഓർഡറിൽ നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നൊരു കണ്ടീഷനെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പേരൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നും, സിമ്പിളാണ്. ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ബിക്കംസ് ടു ഹൈ എബവ് നോർമൽ ലെവലിനേക്കാളും അതെന്ത് ചെയ്യും, ഇവിടെ ഭയങ്കര ഹൈ ആവും ഗ്ലൂക്കോസ് ബ്ലഡിൽ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സിമ്പിളാണ്. എക്സസീവ് തേഴ്സ്റ്റ്, ഹങ്കർ കൂടും, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ടയർഡ്നെസ്, വെയിറ്റ് ലോസ്. വെയിറ്റ് മാത്രം കുറയും, ബാക്കിയെല്ലാം എന്ത് പറ്റും, ഇവിടെ കൂടും. തേഴ്സ്റ്റ് കൂടും, ഹങ്കർ കൂടും, അതുപോലെ തന്നെ യൂറിനേഷൻ കൂടും. ഓക്കെ, ഹങ്കർ കൂടിയ തേഴ്സ്റ്റ് കൂടി എന്തായാലും യൂറിനേഷനും കൂടും. ടയർഡ്നെസ്, അതുപോലെ വെയിറ്റ് മാത്രം കുറയും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ പഠിച്ചു. ഇനി നമുക്ക് ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ഡയബറ്റിസ് നമ്മൾ കേൾക്കാറുണ്ട്, എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ഡയബറ്റിസ്, ഷുഗർ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലോസ് ടൈപ്പ്. ഓക്കെ, നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു കണ്ടീഷനാണ്. അതെങ്ങനെയാണ്, ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ. ഇൻസുലിൻ ആരാ ഉണ്ടാക്കുന്നത്, ഈ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അത് നശിഞ്ഞു പോയി, അത് ഡിസ്ട്രക്റ്റ് ആയി പോകുമ്പോഴാണ് ഈ പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ, ജനറ്റിക് ഫാക്ടേഴ്സ്, ജനിതക പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഒന്നാമത്തെ ഡയബറ്റിസ് ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മേജർ നമ്മളെപ്പോഴും കാണുന്നത് ജനിക്കുമ്പോൾ തന്നെ, ഇപ്പം കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹൈ ഷുഗറായിട്ട് ജനിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ ഇങ്ങനെ കാലക്രമേണ ഉണ്ടായി വരുന്നതല്ല. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, ഈ മെക്കാനിസത്തിൽ ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ നടക്കുന്ന ഒരു കാര്യമാണ് പഠിച്ചത്, ഒരു ചാർട്ടാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ടൈമിലാണ് നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് വരുന്നത്. അതെങ്ങനെയാണ്, ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, ലാക്ക് ഓഫ് എക്സസൈസസ് ഒക്കെ കൊണ്ടിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മേജർലി നമ്മൾ പ്രായമായ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അങ്ങനെ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 ടൈപ്പും ഡയബറ്റീസിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം, അടുത്തൊരു ഗ്ലാൻഡാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാർക്കും ഡൗട്ടില്ലല്ലോ, നോക്കിക്കേ. ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സെല്ലാണ് ഈ ഹോർമോൺ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിൻ്റെ അകത്ത് ആൽഫ സെല്ലും ബീറ്റ സെല്ലും ഉണ്ട്. ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോഗൺ ആണ്, ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, പിന്നെ അതിൻ്റെ മെക്കാനിസം അത് സിമ്പിളാണ്. കൂടുമ്പോൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, അതിനെ വീണ്ടും തിരിച്ച് കുറയുമ്പോഴത്തേക്കും ബാക്ക് ടു നോർമൽ കൊണ്ടുവരും. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്തൊരു ഗ്ലാൻഡ് പഠിക്കാൻ പോവാണ്, അഡ്രിനൽ ഗ്ലാൻഡ് ഒരു തൊപ്പിയാണ്. ഓക്കെ, ബേസിക്കലി അവനൊരു തൊപ്പിയാണ്, അങ്ങനെ ഓർത്താൽ മതി. അത് ആരുടെ തൊപ്പിയാ, ആർക്കാ തൊപ്പി, കിഡ്നിക്ക്. ഈ പറയുന്ന നമ്മുടെ കിഡ്നിക്ക് ഒരു തൊപ്പിയായിട്ടാണ് ഈ അഡ്രിനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അഡ്രിനൽ ഗ്ലാൻഡിന് 2
പാർട്ടുണ്ട്, അതായത് ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡ്യൂളയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അത് കിഡ്നിക്കൊരു ഹാറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്, ഔട്ടർ കോർട്ടെക്സും ഉണ്ട്, ഇന്നർ മെഡ്യൂളയും ഉണ്ട്. ഓക്കെ, ഇനി ഇന്നർ പാർട്ടിനെ പറ്റി നോക്കാം. അവന്മാരെന്ത് ചെയ്യുന്നുണ്ടടാ, 2 ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. ഇത് നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ്, ഈ എമർജൻസി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ. സാധനമാണ്. ഓക്കെ, ദേ പ്രിപ്പയർ ദ ബോഡി ഫോർ എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡീനെ എന്ത് ചെയ്യുന്നുണ്ടടാ, പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു മെക്കാനിസം നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നമ്മൾ പട്ടി ഓടിച്ചിട്ടു, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു, അങ്ങനെ പേടിക്കുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീനെ പാനിക് ആവാതെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ അതിനെ മറികടക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഹോർമോണാണ് ഈ പറയുന്ന എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. ഓക്കെ, അവരെന്താ ചെയ്യണേ നമുക്ക് നോക്കാം. നമ്മുടെ ബോഡീനെ എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഹാർട്ട് റേറ്റിനെ കൂട്ടും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പേടിക്കുമ്പോഴത്തേക്കും നോർമലി നമ്മളിങ്ങനെ പിടിച്ച് നോക്കും അല്ലേ, അപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കണ്ടു, ലൈക്ക് പേടിപ്പിക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്ത് ചെയ്യും, ബ്രീത്ത് സ്മൂത്ത് ആക്കും, ലൈക്ക് അതിനെ സ്ലോ ഡൗൺ ചെയ്ത് അതിനെ ലൈക്ക് അതിൻ്റെ രീതിയിലാക്കും. പിന്നെ എന്ത് ചെയ്യും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്യൂപ്പിൾ ഡയലേറ്റ് ആവും, ഈ കണ്ണ് വികസിക്കും, കണ്ണിൻ്റെ ലൈക്ക് പ്യൂപ്പിൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, മസിൽ ബ്ലഡ് ഫ്ലോ കൂടും. കാരണം എന്താ, നമുക്ക് നമുക്കപ്പോൾ പെട്ടെന്ന് ഓടണം. ഓക്കെ, ഒരു പട്ടി വന്ന് പേടിച്ച് ലൈക്ക് നമുക്ക് ഓടണമെങ്കിൽ നമ്മുടെ മസിലിലെ ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ട് നമുക്കതിനെ റെഡി ടു ആക്ഷൻ ആ ഒരു മോഡാക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നർ പാർട്ടായ മെഡ്യൂള സെക്രിയേറ്റ് ചെയ്യുന്ന 2 ഹോർമോൺ എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ ചെയ്യുന്ന പരിപാടികൾ. ഓക്കെ, ഇനി ഔട്ടർ പാർട്ട് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ പേരാണ് കോർട്ടെക്സ്. അവൻ ചെയ്യുന്ന പരിപാടി എന്തൊക്കെയാടാ, സെക്രിയേറ്റ് വേരിയസ് ഹോർമോൺസ് ജനറലി നോൺ ആസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഓക്കെ, ഇവന്മാർ സ്റ്റെറോയിഡ് ഹോർമോൺസിനെയാണ് എന്ത് ചെയ്യുന്നത്, സെക്രിയേറ്റ് ചെയ്യുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്, അങ്ങനെ ഓർത്താൽ മതി, കോർട്ടെക്സ് സ്റ്റെറോയിഡ്. ഓക്കെ, കോർട്ടിക്കോസ്റ്റെറോയിഡ്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗൊനാഡോ കോർട്ടിക്കോയിഡ്സ്. അപ്പോൾ ഇനി ഇവരുടെയൊക്കെ ഫങ്ഷനൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കോർട്ടെക്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അത് ഏതൊക്കെയാണ്, ഈ പറഞ്ഞ കോർട്ടിസോൾ എന്നാണെന്നറിയാവോ, നമ്മൾ ആദ്യം പറഞ്ഞ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, ആൽഡോസ്റ്ററോൺ എന്ന് പറയുമ്പോൾ മിനറലോ കോർട്ടിക്കോയിഡ്സ്. ഓക്കെ, ഇത് ഗൊനാഡോ കോർട്ടിക്കോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ 3 ടൈപ്പ് ഓഫ് കോർട്ടിക്കോയിഡ്സ്. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോർട്ടിസോൾ എന്താണെന്ന് നോക്കാം. കോർട്ടിസോൾ എന്തുവാ, മെയിൻറ്റെയിൻസ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസ്. അവന്മാരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്, റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഫോർ ദ ബോഡി. ഓക്കെ, ഇനി രണ്ടാമത് മിനറലോ കോർട്ടിക്കോയിഡ്സ്. അവന്മാരുടെ കൂട്ടത്തിലുള്ളതാരാ, ഇത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടല്ലോ, ഇതാണ് ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പാണ്. ഓക്കെ, ഇതിനകത്ത് പെടുന്ന ഇത് ടൈപ്പാണ്, ഇത് ഹോർമോൺ അല്ല. ഇതിനകത്ത് പെടുന്ന ഹോർമോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പം കോർട്ടിസോൾ നമ്മൾ പറഞ്ഞു. കോർട്ടിസോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്, അതിൻ്റെ ഫങ്ഷന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആൽഡോസ്റ്ററോൺ നോക്കാം. ആൽഡോസ്റ്ററോൺ എന്താ ചെയ്യുന്നത്, ഇക്വിലിബ്രിയം ഓഫ് മിനറൽസ് ഇൻ ദ ബോഡി, വാട്ടർ ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ, അങ്ങനെയാണ് നമ്മുടെ ആൽഡോസ്റ്ററോണിൻ്റെ ജോലികൾ. ഇനി ആൻഡ്രോജൻസ് എന്താ, നമുക്കറിയാതെ കൺട്രോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ. ഇതാണ് ഗൊനാഡോ കോർട്ടിക്കോയിഡ്സ്. അത് ഗൊനാഡോ ട്രോപ്പിക് ഹോർമോൺസ് ഒക്കെ എന്താ, സെക്സ് റിലേറ്റഡ് ഹോർമോൺസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പീനിയൽ ഗ്ലാൻഡ്. അടുത്തൊരു ഗ്ലാൻഡാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത് ഏതാടാ, അഡ്രിനൽ ഗ്ലാൻഡാണ്. ഗ്ലാൻഡിന് എന്തുണ്ട്, ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ടും ഉണ്ട്. ഇന്നർ പാർട്ട് മെഡുലയാണ്, ഔട്ടർ പാർട്ട് കോർട്ടെക്സ് ആണ്. ഇന്നറിൻ്റെ ഹോർമോൺ ഏതാ, എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കോർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനെ ലൈക്ക് സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ടൈപ്പും ലൈക്ക് അവരുടെ ഫങ്ഷനും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തൊരു ഗ്ലാൻഡ് പഠിക്കാൻ പോവാണ്, പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് സിമ്പിളാണ്. ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ, കണ്ടോ, ഞാനൊരു ക്ലോക്ക് വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ഗ്ലാൻഡിനെയാണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ സ്ലീപ്പ് വേക്ക് റുട്ടീൻ ഇപ്പം തന്നെ ക്ലോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ലീപ്പ് അവേക്കനിങ് ആ ഒരു റുട്ടീൻ ബാലൻസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാടാ? ബ്രെയിനിലാണ്, തലാമസിൻ്റെ അടുത്തായിട്ട്. ഓക്കെ, തലാമസിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ കണ്ട, തലാമസിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ബ്രെയിനിലാണ് പീനിയൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ബ്രെയിൻ. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൊക്കേഷനും ഹോർമോണും പഠിച്ചു. ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വേരിയേഷൻ ഇൻ ദ സെക്രിയേഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇൻഫ്ലുവൻസ് സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് നമ്മൾ പഠിച്ചു. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കാണ് നമ്മുടെ ഉറക്കം, ഉണർച്ച, അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന. അതായത് രാത്രി ഇപ്പോൾ നോർമലി കണ്ടിട്ടില്ലേ, ഇപ്പോൾ രാത്രിയായി, ഓക്കെ, നമ്മൾ രാത്രിയാകുമ്പോൾ നമുക്ക് നോർമലി തന്നെ ഉറക്കം വരും. ആ ഒരു സംഭവം അല്ല, ഇപ്പം നമ്മൾ ഉറങ്ങണം എന്ന് എന്താ നിർബന്ധം? ഇപ്പം നമുക്ക് ഉറങ്ങാതിരിക്കാം, അതിനൊക്കെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഇപ്പോൾ ഫൈൻ, നമ്മളൊരു 12 മണി വരെയൊക്കെ നമ്മൾ പിടിച്ചിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറക്കം വരും, നമുക്ക് ഉറങ്ങണം, നമ്മുടെ ബോഡി വോണ്ട് സ്ലീപ്പ്. ഓക്കെ, ആ ഒരു സാധനമാണ് ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡ് നമുക്ക് തരുന്നത്. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ വർക്കായിട്ട് നമുക്ക് ഉറക്കം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രാവിലെ ഇപ്പം എന്തായാലും ഇപ്പം നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റായിട്ട് എണീക്കുന്നത്. അതായത് ഒരു 10:30 എന്തായാലും ഒരു 9-8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ആയി എന്നുള്ളൊരു ബോധം നമുക്ക് വരും എണീക്ക്. ആ ഒരു സാധനമാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് തൈമസ് ഗ്ലാൻഡ് ആണ്. ഈ ഗ്ലാൻഡ് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഓർമ്മ വരണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഇത് രണ്ടും വേറെ ഒന്നും ഓർക്കാനില്ലാത്ത ഗ്ലാൻഡുകളാണ്. അതായത് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഓർമ്മ വരണം? സ്ലീപ്പ് അവേക്കനിങ് ഓർമ്മ വരണം, മെലാറ്റോണിൻ. അതുപോലെ തന്നെ ഈ പറഞ്ഞ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇമ്മ്യൂണിറ്റി നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡാണിത്. ഇത് എവിടെയാണ്? നമ്മുടെ സ്റ്റേണത്തിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ബിഹൈൻഡ് സ്റ്റേണത്തിൻ്റെ പുറകിലായിട്ട്. ഓക്കെ, സ്റ്റേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ളൊരു പാർട്ടാണ്. ഓക്കെ, ഇത് ലൊക്കേഷൻ ബിഹൈൻഡ് സ്റ്റേണം. ഓക്കെ, ഇതിൻ്റെ മേജർ റോൾ എന്താണ്? ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ മേജർ റോൾ എന്ന് പറയുന്നത്. ഹോർമോൺ ഏതാ? തൈമോസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? മെച്ചുറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്. അതെന്താ നമുക്ക് പറയാം. മെച്ചുറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മളീ പറഞ്ഞ തൈമോസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, വാട്ട് ആർ T ലിംഫോസൈറ്റ്? T ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി കില്ലിംഗ് ഇൻഫെക്റ്റഡ് ഓർ ട്യൂമർ സെൽ, കോർഡിനേറ്റിംഗ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് എക്സെട്ര. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഇൻഫെക്റ്റഡ് സെൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ട്യൂമർ, ക്യാൻസർ സെൽസ്, ഇതിനെയൊക്കെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കില്ല് ചെയ്യുന്ന ജോലിയാണ് ഈ പറഞ്ഞ T ലിംഫോസൈറ്റ്സിനുള്ളത്. അപ്പോൾ ഈ T ലിംഫോസൈറ്റ്സ് മെച്യൂർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഈ തൈമോസിനാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ഇതിന് റിലേഷൻ. ഓക്കെ, ഡിക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി ആഫ്റ്റർ പ്യൂബർട്ടി. ഇപ്പോൾ നമ്മുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അഡൾട്ടായി കഴിയുമ്പോൾ നമുക്ക് എന്തില്ലടാ ഈ പറയുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ഉള്ളത് വെച്ച് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹോർമോൺ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ആവശ്യത്തിന് അങ്ങ് ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ആൻഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു റിലേഷൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ ഗ്ലാൻഡുകളെയും പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാമോ? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഹോർമോൺസും എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ എന്തായാലും എക്സാമിന് ചോദിക്കും. ഈ പാർട്സുകളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ മെക്കാനിസം, കാൽഷ്യം, ബ്ലഡ് ഷുഗർ, ഇങ്ങനത്തെ മെക്കാനിസം ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഇപ്പം ഒറ്റ ഹോർമോൺ ചെയ്യുന്ന കാര്യമല്ല, അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.